വഴി കിടക്കുന്ന തേങ്ങ എടുത്തിട്ട് ഗണപതിക്ക് അടിച്ചേച്ച് എന്നെ രക്ഷിച്ചോണ്ടേന്ന് പറയരുത്. ഇത് നാട്ടുകാരെ കരം കൊടുക്കുന്ന കാശാണ്, അതെടുത്ത് അടിക്കരുത്. കാരണം നമ്മൾ കാശ് കൊടുത്ത് ഒരു തേങ്ങ വാങ്ങിച്ച് മഹാഗണപതിക്ക് അടിച്ചാൽ മോക്ഷം കിട്ടും. അല്ലാതെ ദൈവത്തിനുള്ള വഴിപാട് പോലും കണ്ടവന്റെ പോക്കറ്റ് അടിച്ച് വെച്ച് ഇടാം എന്ന് തീരുമാനിക്കുന്നത് ഒരു മര്യാദയില്ലാത്ത കാര്യമാണ്. ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നടപ്പാക്കാൻ പറ്റുന്നതും അന്തസ്സുള്ളതുമായ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കും. പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ ഈ ഇലക്ഷൻ വരുന്നതും പറഞ്ഞിട്ട് പൊതു ഖജനാവിലെ പണം എടുത്ത് ദൂർത്തടിച്ച് വോട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത്. ഈ ഇവര് നേരത്തെ പറഞ്ഞല്ലോ, ഈ 2000 രൂപ 1600 രൂപ 2000 രൂപയാക്കി കൊടുത്തതെന്ന് പറഞ്ഞ് പിണറായി സർക്കാർ കൈക്കൂലി കൊടുത്തെന്നാണ് പറഞ്ഞു ജനങ്ങൾക്ക്. അതേ അഭിപ്രായമല്ലേ 3000 ആക്കി കൊടുക്കാന്ന് പറയുമ്പോൾ? ഇവർ പറഞ്ഞതല്ലേ ഉള്ളൂ. ഇത് KSRTCക്ക് 10,2700 അതിൽ കൂടുതൽ കടങ്ങളും പല ബാധ്യതകളും പല സ്ഥലത്തും. ജീവനക്കാരുടെ പെൻഷൻ പറ്റി വരെ പൈസ കൊടുക്കാനുണ്ട്. ഇങ്ങനെ ഒരുപാട് ലൈബിലിറ്റി ഉണ്ട്. പിന്നെ MICT ലൈബിലിറ്റി ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ തീർത്ത് നമ്മളിതിനെ കരകയറ്റി 1-ാം തീയതി ശമ്പളം കൊടുത്തും പിന്നെ ഒരു നഷ്ടമില്ലാതെ എല്ലാ യൂണിറ്റുകളും നടത്തിയും ഒക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് KSRTC ജീവനക്കാർ ഇത് മുന്നോട്ട് കൊണ്ടുവരികയാണ്. വഴിയെ പോകുന്നവർക്ക് എന്തെങ്കിലും പറഞ്ഞ് അതേ കൊടുക്കാം ഇത് കൊടുക്കാമെന്ന് പറയാമെന്ന് പറഞ്ഞാൽ ഇത് ഒരു 2 മാസം ഈ പറയുന്ന ആനുകൂല്യം നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ KSRTC പിന്നെ ശമ്പളം ഉണ്ടാവില്ല, KSRTC ഉണ്ടാവില്ല. KSRTCയുടെ സ്ഥിതി എനിക്കറിയാവുന്നതൊക്കെ അവർക്ക് അറിയത്തില്ല. വെളിയിൽ നിന്ന് എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറയാം. കർണാടകത്തിൽ എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പോയി എല്ലാവർക്കും ഫ്രീ ആക്കി കൊടുത്തു സ്ത്രീകൾക്കെല്ലാം. ഇപ്പൊ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കടുത്ത നഷ്ടത്തിലും പ്രതിസന്ധിയിലാണെന്ന് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഞാനത് കണ്ടതാണ്. നമസ്കാരം. വഴിയെ പോകുന്നവർക്ക് എന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം. ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ കാണുമ്പോൾ ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട്, അതായത് ജനങ്ങൾ അടയ്ക്കുന്ന കരത്തിൽ നിന്ന് കിട്ടുന്ന പണം എടുത്തുകൊണ്ട് പ്രഖ്യാപനങ്ങൾ നടത്തി, ഏത് തരത്തിലുള്ള പ്രചരണ പരിപാടികളും നടത്തി എങ്ങനെയെങ്കിലും വോട്ട് മേടിച്ച് ജയിക്കുവാൻ വേണ്ടിയുള്ള പ്രഹസനങ്ങൾ നടത്തരുത്, ആത്മാർത്ഥമായിരിക്കണം അത്തരം പ്രചരണങ്ങൾ എന്നാണ് മന്ത്രി KB ഗണേഷ് കുമാർ തുറന്നടിച്ചത്. പറഞ്ഞു വരുന്നത്, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുതുയുഗ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ നടത്തിയ വാഗ്ദാനങ്ങളെ കുറിച്ചാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നതിനെ കുറിച്ചാണ് മന്ത്രി പറഞ്ഞത്. എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അത് പ്രായോഗികമാക്കാൻ പറ്റിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തുക. ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ഒരു കാരണവശാലും സർക്കാരിന് ജനങ്ങൾ കൊടുക്കുന്ന പണം കണ്ടുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. അതിന് മന്ത്രി ഉദാഹരണം പറഞ്ഞത്, വഴിയിൽ കിടക്കുന്ന തേങ്ങയെടുത്ത് അടിച്ചുകൊണ്ട് ഗണപതിയുടെ നടയിൽ അടിച്ച് എനിക്ക് മോക്ഷം കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് പാപ്പരത്തമാണ്. തന്റെ കയ്യിൽ പണം കൊടുത്തിട്ട് വേണം ഒരു നാളികേരം മേടിച്ച് മഹാഗണപതിക്ക് അടിക്കാൻ, അങ്ങനെ മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ് KB ഗണേഷ് കുമാർ രാഹുൽ ഗാന്ധിയെ കളിയാക്കിക്കൊണ്ട് സംസാരിച്ചത്. KB ഗണേഷ് കുമാർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഖജനാവിലെ പണം കണ്ടുകൊണ്ട് വാഗ്ദാനങ്ങൾ പറയരുത്, ചെയ്യരുത്. എങ്ങനെയെങ്കിൽ KB ഗണേഷ് കുമാർ പ്രതിനിധാനം ചെയ്യുന്ന മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ബഹുമാനായ പിണറായി വിജയൻ എന്താണ് ചെയ്യുന്നത് എന്ന് KB ഗണേഷ് കുമാർ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് 1 മാസം മുൻപ് തന്നെ കേരളത്തിനും പുറമെയുള്ള പത്രങ്ങളിലെല്ലാം മുഖപത്രം, അതായത് ഫ്രണ്ട് പേജിലെയും അതിനകത്തുള്ള പേജിലെയും എല്ലാം ഫുൾ പേജ് കളർ പരസ്യങ്ങളാണ് പിണറായി വിജയൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് ശ്രീനിവാസന്റെ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്റെ തല എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി പ്രചരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗ്രാമപ്രദേശങ്ങളിലും പട്ടണങ്ങളിലും മുക്കിനും മൂലയ്ക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓരോരോ കല്ലുകൾ കുഴിച്ചിടുന്നു. കാരണം ഓരോ പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കല്ലുകൾ അത്രയും കുഴിച്ചിടുന്നത്. ഈ കല്ല് മാത്രം തെരഞ്ഞു പിടിച്ചെടുത്താൽ പാവപ്പെട്ട ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള കല്ല് മതിയാകും എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ പരിഹാസരൂപേണ പിണറായി വിജയനെ ആക്ഷേപിക്കുന്നത്. ഈ തരുണത്തിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മറന്നുകൊണ്ടാണ് KB ഗണേഷ് കുമാർ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ UDFന്റെ പ്രചരണ പരിപാടി എന്ന രീതിയിൽ, പ്രകടന പത്രിക എന്ന രീതിയിൽ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ നടപ്പാക്കാൻ സാധിക്കില്ല. അതിന് സർക്കാരിന്റെ ഖജനാവിൽ പണം എവിടെയാണ് എന്നാണ് KB ഗണേഷ് കുമാർ എടുത്ത് ചോദിച്ചത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ ഏത് തരത്തിൽ നടപ്പാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ജനങ്ങളും ചോദിക്കുന്നത്. ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്നു എന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ തന്നെ പറയുമ്പോൾ എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത വരുന്ന ഇത്തരം ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിണറായി വിജയൻ സർക്കാരിന് കൊടുത്തു തീർക്കാൻ സാധിക്കുക? രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾക്ക് അസ്വാഭാവികമായ ഒരു മാനം നൽകി KB ഗണേഷ് കുമാർ സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാഗ്ദാനങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് KB ഗണേഷ് കുമാർ ചിന്തിക്കുന്നില്ല എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ ജനങ്ങൾ മുഖ്യമന്ത്രിക്കും KB ഗണേഷ് കുമാറിനും എതിരെ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുന്നത്. KB ഗണേഷ് കുമാർ രാഹുൽ ഗാന്ധിയെ വലിച്ചു കീറി ഒട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് പ്രായോഗികമല്ലാത്ത തീരുമാനങ്ങൾ നടത്തുക. വഴിയെ പോണവർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ, KSRTCയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നെ പോലെ മറ്റു ആർക്കും അറിയില്ലല്ലോ എന്നാണ് മന്ത്രി എന്ന രീതിയിൽ, KSRTCയുടെ തലതൊട്ടപ്പൻ എന്ന രീതിയിൽ KB ഗണേഷ് കുമാർ സംസാരിച്ചത്. മറ്റുള്ള ആളുകളെക്കാൾ ഉപരിയായി KSRTCയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മന്ത്രിക്കറിയാം, അത് യാതൊരു തർക്കവുമില്ല. എന്നാൽ KSRTC വകുപ്പിനെയും കേരളത്തിലുള്ള എല്ലാ വകുപ്പുകളെയും നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ നടത്തുന്ന പ്രചരണ പരിപാടികളെ കുറിച്ച് KB ഗണേഷ് കുമാർ യാതൊരു അക്ഷരം മിണ്ടുന്നില്ല.
തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് എത്രയെത്ര പ്രഖ്യാപനങ്ങളാണ്, എത്രയെത്ര സാമ്പത്തിക ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവചിപ്പിക്കുന്നത് അല്ലെങ്കിൽ വാഗ്ദാനം നൽകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. 1.5 വർഷക്കാലം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണയിരുന്ന വെയിലത്തും മഴയത്തും സമരം ചെയ്ത ആശാവർക്കന്മാർക്ക് ഒരു 100 രൂപ കൂട്ടി കൊടുക്കുവാൻ വേണ്ടി കരുണ കാണിക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തിയപ്പോൾ വാരിക്കോരി എമ്പാടും പ്രഖ്യാപനങ്ങൾ നടത്തുന്ന, വാഗ്ദാനങ്ങൾ നടത്തുന്ന തിരക്കിലാണ്. ഇതിനെല്ലാം പണം എവിടെ നിന്ന് കണ്ടെത്തും? ഇപ്പോൾ തന്നെ സർക്കാരിന് 6 ലക്ഷം കോടി രൂപയുടെ ബാധ്യതയുണ്ട്. അതായത് കേരളത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുണ്ടാക്കിയിട്ടാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിരിക്കുന്നത്. ഇനിയിപ്പോൾ സർക്കാർ കെയർടേക്കർ സർക്കാരായി മാറാൻ ഒരാഴ്ച മാത്രം സമയം മതിയാവും. എന്തായാലും ഈ ആഴ്ചയ്ക്ക് അവസാനം, അടുത്ത ആഴ്ച ആദ്യത്തോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇനി പിണറായി വിജയൻ സർക്കാരിന് യാതൊരു വാഗ്ദാനങ്ങളും നൽകാൻ സാധിക്കില്ല. അതിനു മുമ്പായിക്കൊണ്ട് തന്നെ മുൻപ് അടൂർ ഭാസി എന്ന വിഖ്യാത ഹാസ്യ നടൻ പറഞ്ഞതുപോലെ തോട്ടുംകരയിൽ വിമാനമിറക്കാൻ താവളമുണ്ടാക്കും, ഇനി പണക്കാർക്ക് മരുഭൂമി എന്നൊക്കെ പറഞ്ഞ് ചില വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി സാരണമ എന്ന ചിത്രത്തിലാണ് അടൂർ ഭാസിയുടെ ആ പ്രശസ്തമായ ഗാനം. എന്ന് പറഞ്ഞതുപോലെ നാട്ടിൽ തേനും പാലും ഒഴുക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രചരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ആകമാനമുള്ള പത്രങ്ങളുടെ മുഖപത്രം തന്നെ, അതായത് ആദ്യത്തെ പേജിൽ തന്നെ വലിയ വലിയ കളർ പരസ്യങ്ങൾ കൊടുക്കുന്നു, മുഴുനീള പരസ്യങ്ങൾ, മുഴുവൻ പേജിലുള്ള പരസ്യങ്ങൾ കൊടുക്കുന്നു. എന്റെ തല, എന്റെ ഫുൾ ഫിഗർ, എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്ന രീതിയിൽ മുഖ്യമന്ത്രി പരസ്യം കൊടുക്കുമ്പോൾ ഈ പണമെല്ലാം ഖജനാവിന്റെ, കേരള സർക്കാരിൽ ജനം റേഷൻ വാങ്ങിക്കുമ്പോൾ പോലും കൊടുക്കുന്ന നികുതിയിൽ നിന്നെടുക്കുന്ന, ഖജനാവിൽ നിന്ന് എടുക്കുന്ന അവസാനത്തെ ചില്ലിയും മുടക്കിയിട്ടാണ് ഈ പരസ്യം കൊടുക്കുന്നത് എന്നുള്ളത് എന്തുകൊണ്ടാണ് KSRTCയുടെ മന്ത്രിയായ ബഹുമാന്യനായ ഗണേഷ് കുമാർ മറന്നുപോയത് എന്നാണ് ചോദിക്കാനുള്ളത്. എന്തായാലും KP ഗണേഷ് കുമാർ രാഹുൽ ഗാന്ധിയെ അപഹസിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ലാഭത്തിലൊന്നും ആയിട്ടില്ല. KSRTC ദൈനംദിനമുള്ള വരുമാന നഷ്ടം കുറയ്ക്കുകയും പിന്നെ KSRTC ദൈനംദിനം ചെലവിനേക്കാൾ കൂടുതൽ വരവ് നേടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് KSRTCക്ക് 10,200 അതിൽ കൂടുതൽ കടങ്ങളും പല ബാധ്യതകളും പല സ്ഥലത്തും. ജീവനക്കാരുടെ പെൻഷൻ പറ്റിയവരെ പൈസ കൊടുക്കാനുണ്ട്. ഇങ്ങനെ ഒരുപാട് ലൈബിലിറ്റി ഉണ്ട്. പിന്നെ MICT ലൈബിലിറ്റി ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ തീർത്ത് നമ്മൾ ഇതിനെ കരകയറ്റി 1-ാം തീയതി ശമ്പളം കൊടുത്തും പിന്നെ ഒരു നഷ്ടമില്ലാതെ എല്ലാ യൂണിറ്റുകളും നടത്തിയും ഒക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് KSRTC ജീവനക്കാർ ഇത് മുന്നോട്ട് കൊണ്ടുവരികയാണ്. വഴിയെ പോകുന്നവർക്ക് എന്തെങ്കിലും പറഞ്ഞ് അത് കൊടുക്കാം ഇത് കൊടുക്കാമെന്ന് പറയാമെന്ന് പറഞ്ഞാൽ ഇത് ഒരു 2 മാസം ഈ പറയുന്ന ആനുകൂല്യം നടത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ KSRTC പിന്നെ ശമ്പളം ഉണ്ടാവില്ല, KSRTC ഉണ്ടാവില്ല. KSRTCയുടെ സ്ഥിതി എനിക്കറിയാവുന്നതൊക്കെ അവർക്ക് അറിയത്തില്ല. വെളിയിൽ നിന്ന് എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറയാം. കർണാടകത്തിൽ എല്ലാവർക്കും ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പോയി എല്ലാവർക്കും ഫ്രീ ആക്കി കൊടുത്തു സ്ത്രീകൾക്കെല്ലാം. ഇപ്പൊ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കടുത്ത നഷ്ടത്തിലും പ്രതിസന്ധിയിലാണെന്ന് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഞാനത് കണ്ടതാണ്. അപ്പൊ അതുപോലെ ഇത് അത്ര പോലും സമയം ഉണ്ടാവില്ല. ഇത് 1 മാസം പോലും പോവില്ല. കാരണം ഇത് പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ ഈ ഇലക്ഷൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് പൊതു ഖജനാവിലെ പണം എടുത്ത് ദൂർത്തടിച്ച് വോട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത്. ഇവര് നേരത്തെ പറഞ്ഞല്ലോ, ഈ 2,000 രൂപ 1,600 രൂപ 2,000 രൂപ ആക്കി കൊടുത്തതെന്ന് പറഞ്ഞ് പിണറായി സർക്കാർ കൈക്കൂലി കൊടുത്തെന്നാണ് ജനങ്ങൾക്ക്. അതേ അഭിപ്രായമല്ലേ 3,000 ആക്കി കൊടുക്കാന്ന് പറയുമ്പോൾ. ഇവർ പറഞ്ഞതല്ലേ ഉള്ളൂ. UDF സർക്കാരിന്റെ കാലത്ത് 600 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു, 500 രൂപ 600 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ആ 100 രൂപയുടെ വർധനവ് 18 മാസം കൈമാറിയില്ല. 18 മാസം കൈമാറാതെ അവർ അധികാരത്തിൽ നിന്ന് പോയതിനു ശേഷം ബാക്കി കൊടുത്തതും പിന്നെ വർദ്ധിപ്പിച്ച് 1,600 ആക്കിയതും അത് 2,000 ആക്കിയതും 1ഉം 2ഉം പിണറായി സർക്കാരാണ്. അപ്പൊ അത് പറഞ്ഞപ്പോൾ കൈക്കൂലിയാണെന്ന് പറയുക, ഇത് പറയുമ്പോൾ നല്ലതാണെന്ന് പറയുക. അത് രണ്ടും ശരിയല്ല. KSRTCക്ക് ഇത് താങ്ങാൻ പറ്റത്തില്ല. കാരണം നിലവിലുള്ള ആനുകൂല്യങ്ങൾ, എനിക്ക് തോന്നുന്ന ഈ മീഡിയ പേഴ്സണ് കൊടുക്കുന്ന പാസുകൾക്ക് മാത്രമാണ് KSRTC റീഇംബേഴ്സ്മെന്റ് PRD യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഉണ്ടോന്നറിയില്ല, നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത്. ബാക്കി എല്ലാ സൗജന്യങ്ങളും കുട്ടികളുടെ സൗജന്യം അടക്കം ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായി 2ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം അതിന് 10,000 കോടി രൂപ KSRTC കൊടുത്തിട്ടുണ്ട്. അതൊരു മാസം 50 കോടി രൂപ ശമ്പളം കൊടുക്കാനും ഏതാണ്ട് 74 കോടി രൂപ പെൻഷൻ കൊടുക്കാനുമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാർ. അങ്ങനെ കൊണ്ടുപോയിട്ടാണ് ഇത് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത്. അത് സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യം ഇതിൽ കൂടുതൽ എങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്? അത് കൊടുക്കുന്നുണ്ടല്ലോ, കൺസെഷൻ കൊടുക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഇല്ല, അത് കിട്ടേണ്ട കാര്യമില്ല. കാരണം തന്നെ അത് നമ്മൾ കണക്കാക്കുന്ന വെച്ചാൽ ഒരു ബസ്സിനകത്ത് 2-3 യാത്രക്കാർ കൂടുതൽ വരില്ല. പിന്നെ ഒരു 2-5-10 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കാറുണ്ട്. അത് കൊടുത്തതെന്ന് പറഞ്ഞാൽ അത് കീമോതെറാപ്പിക്ക് പോകുന്നവർക്കും റേഡിയേഷന് പോകുന്നവർക്കും അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും അവർ പോകുന്ന ആശുപത്രിയിലേക്കാണ് സൂപ്പർ ഫാസ്റ്റ് മുതൽ ഇങ്ങോട്ട് കൺസെഷൻ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാനില്ല. അതൊരു ചെറിയ സംഖ്യയുള്ളൂ. കാരണം ഒരു ബസ്സിൽ ഒരു 10 ബസ് പോകുമ്പോൾ ചിലപ്പോൾ ഒരാളെ കാണുള്ളൂ. കാരണം നമ്മൾ 2,000-ഓളം 3,000-ഓളം അപേക്ഷ കിട്ടി. അതിൽ 2,600 എണ്ണം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ അവർക്ക് വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയാണ്. അത് ആ രോഗം മാറുമ്പോൾ, രോഗം ഭേദപ്പെടട്ടെ എന്നാണ്. ഞങ്ങളതിനകത്ത് ക്യാൻസർ കാർഡെന്ന് എഴുതിയിട്ടില്ല, ഹാപ്പി ലോങ് ലൈഫ് എന്നാണ് കാർഡിന്റെ പേര്. ആ അസുഖം മാറിയെന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യുമ്പോൾ ഇത് തീർന്നു, അടുത്ത ആളിനാവും. ഇത് അവരെ അസുഖം മാറട്ടെ എന്നുള്ള ആശംസയോടുകൂടിയാണ്. അതായത് ജീവിതകാലം മുഴുവൻ ഇവർ അസുഖമായിട്ട് നടക്കും, ഇവർ മരിക്കുന്നവർ അങ്ങനെയല്ല. അവർ മരിക്കാതിരിക്കട്ടെ,
ഞാൻ പല സ്ഥലത്തും ചെല്ലുമ്പോൾ പറയാറുണ്ട്, സാറേ ക്യാൻസർ, നാളെ കീമോ ഉണ്ട്, അല്ലെങ്കിൽ നാളെ റേഡിയേഷൻ ഉണ്ട്, വണ്ടിക്കൂലിക്ക് കാശില്ല എന്ന് പലരും പറയാറുണ്ട്. ആ ഒരു അവസ്ഥ മാറട്ടെ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ കൊടുത്തത്. അത് വാരിക്കൂലി കൊടുത്ത സൗജന്യം അല്ലത്. അത് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക്. ഞാൻ ചോട്ടെ, നല്ല കാറുള്ള ഒരു സ്ത്രീ ഇവര് പറയുന്ന ഈ ആനുകൂല്യം പ്രഖ്യാപിച്ചാൽ എന്താണ് അടയാളം? നല്ല കാർ, സ്വന്തമായി കാറുള്ള ഒരു സ്ത്രീ നാളെ ബസ്സിൽ കയറി എറണാകുളത്തേക്ക് പോകുന്നു, ഫ്രീ ആണോ? അതെന്ത് പാവപ്പെട്ടവരോടുള്ള സമീപനമാണത്? അതിന്റെ ആവശ്യം എന്താണ്? നിങ്ങൾ തന്നെ പറയും, ജനങ്ങൾ പറയട്ടെ. നല്ല കാറുണ്ട്, എൻ്റെ വീട്ടിൽ ബെൻസ് കാർ കിടപ്പുണ്ട്, എൻ്റെ വീട്ടിലെ സ്ത്രീകളെല്ലാം ഇതിൽ കയറി ഫ്രീ ആയിട്ട് പോകും എന്ന് പറഞ്ഞാൽ എന്താ? പല റേറ്റില്ലേ? ഇപ്പൊ ബാംഗ്ലൂരേക്ക് പോകണം, 2000 രൂപയോളം ടിക്കറ്റ് ഫെയർ വരും വണ്ടിക്ക്, AC വണ്ടിക്കൊക്കെ. അത് ഫ്രീ ആക്കി കൊടുത്താൽ ആര് കൊടുക്കുന്നവരാണ്? കർണാടകത്തിൽ നശിപ്പിച്ചു. അത് ഇവിടെ ഇനി ഇത് രക്ഷപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 4-5 മാസമായിട്ട് ഇത് ഒരുവിധം പച്ച പിടിച്ച് വരുന്നു. നമുക്ക് എല്ലാവർക്കും, മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും KSRTC ജീവനക്കാർക്കും സംതൃപ്തിയും സന്തോഷവും നൽകുന്ന ഒരു വാർത്തയാണ് KSRTC ഉയർച്ച. അത് കഠിനാധ്വാനമാണ്. ആ ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ വളരെ, നമ്മൾ കൊടുക്കുന്ന എന്ത് നിർദ്ദേശവും അവർ ശക്തമായി നടപ്പിലാക്കുന്ന അവരെ കഠിനാധ്വാനമാണ്, അവരെ നല്ല പെരുമാറ്റമാണ്. കഷ്ടപ്പെട്ട് അവരത് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുമ്പം ഈ നമ്മളെ നാട്ടിലെ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഞാൻ പണ്ടും പറയാറുണ്ട്, ഈ വഴി കിടക്കുന്ന തേങ്ങ എടുത്തിട്ട് ഗണപതിക്ക് അടിച്ചേച്ച് എന്നെ രക്ഷിച്ചോണ്ടെന്ന് പറയരുത്. ഇത് നാട്ടുകാരെ കരം കൊടുക്കുന്ന കാശാണ്, അതെടുത്ത് അടിക്കരുത്. കാരണം നമ്മൾ കാശ് കൊടുത്ത് ഒരു തേങ്ങ വാങ്ങിച്ച് മഹാഗണപതിക്ക് അടിച്ചാൽ മോക്ഷം കിട്ടും. അല്ലാതെ ദൈവത്തിനുള്ള വഴിപാട് പോലും കണ്ടവന്റെ പോക്കറ്റ് അടിച്ച് വെച്ച് ഇടാം എന്ന് തീരുമാനിക്കുന്നത് ഒരു മര്യാദയില്ലാത്ത കാര്യമാണ്. ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നടപ്പാക്കാൻ പറ്റുന്നതും അന്തസ്സുള്ളതുമായ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കണം. ഞാൻ ചോദിച്ചല്ലോ, ഒരു പാവപ്പെട്ട സ്ത്രീക്ക് ഒരു പക്ഷേ ഒരു സൗജന്യ ആവശ്യം ഉണ്ടായിരിക്കും. പക്ഷെ നല്ല സമ്പന്നയായ ഒരു സ്ത്രീക്ക്, സർക്കാർ ഉദ്യോഗമുള്ള ഒരു സ്ത്രീക്ക് സൗജന്യ യാത്രയുടെ ആവശ്യമുണ്ടോ? സർക്കാരിൽ ജോലിയുള്ള ഒരു നല്ല വരുമാനമുള്ള ഒരാൾക്ക് 40,000 രൂപയ്ക്ക് മേൽ മാസ ശമ്പളം വാങ്ങുന്ന ഒരാളിന് നിങ്ങൾ സൗജന്യ യാത്ര ബസ്സിൽ നൽകേണ്ടതുണ്ടോ? അല്ലെങ്കിൽ വ്യക്തമായിട്ട് പറഞ്ഞാൽ BPL കാർഡുള്ളവർക്കെന്ന് പറഞ്ഞാൽ അതൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാ സ്ത്രീകൾക്കും ഫ്രീ ആണെന്നാണ് പറയുന്നത്. ഇത് ആരെ പറ്റിക്കാനോ? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, 1600 രൂപയിൽ നിന്ന് 2000 ആക്കിയപ്പം ഇതേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്താണ്? ഇത് കൈക്കൂലിയാണ് ജനങ്ങൾക്ക്, വോട്ട് കിട്ടാനുള്ള കൈക്കൂലിയല്ല. LDF പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമായിരുന്നു അത്. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? 3000 കൊടുക്കാം. അപ്പൊ അത് അതിലും വലിയ കൈക്കൂലിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ പറയുമ്പോൾ ഇത് നാളെ നമ്മളെ നേരെയും വരുമെന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കുന്നല്ല. ഇതൊക്കെ കൊടുക്കാനല്ല. ഞാൻ പറഞ്ഞല്ലോ, 600 രൂപ 500 രൂപയിൽ നിന്ന് 600 രൂപയാക്കി കൊടുത്ത സർക്കാർ 18 മാസവും 5 പൈസ പോലും വർദ്ധിപ്പിച്ചു കൊടുക്കാതെ, ഈ 500 കൊടുത്തില്ല 600 കൊടുക്കാതെ അത് മുഴുവൻ കുടിശ്ശികയിട്ട് ഇറങ്ങിപ്പോയ ഒരു സർക്കാർ, അവരിനി വന്നതിന് ശേഷം 3000 കൊടുക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾ അത്രയ്ക്കും അരിയാഹാരം കഴിക്കാത്തവരാണോ? അതുകൊണ്ട് അത് വലിയ പ്രസക്തി ഒന്നുള്ള കാര്യമല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുഴപ്പമില്ല, വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന. മനോരമ പത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അത് കാര്യം. NSSന്റെ കാര്യങ്ങൾ NSSന്റെ ജനറൽ സെക്രട്ടറി തീരുമാനിക്കും. പത്തനാപുരം താലൂക്ക് NSS യൂണിയനിൽ ഒരു കുഴപ്പവുമില്ല. ബാലകൃഷ്ണപിള്ള 64 വർഷം കൊണ്ട് കെട്ടിപ്പടുത്തതാണ്, ആരുടെയും പിരിവെടുത്തുണ്ടാക്കിയതല്ല. എൻ്റെ അച്ഛൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് കൊടുത്തിട്ടാണ് കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ, പറയുമ്പോൾ തോന്നരുത്, ഈ താലൂക്ക് യൂണിയൻ ഉണ്ടാക്കിയെടുത്തത്. അത് അടിച്ചു മാറ്റാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടായിരിക്കും, അത് അവരോട് ചോദിച്ചാൽ മതി, എന്നോട് ചോദിക്കണ്ട. കാരണം അവിടെ NSSലെ നായന്മാരുടെ ഇടയിലോ യാതൊരു പ്രശ്നമില്ല. തെരഞ്ഞെടുപ്പ് വരെയാണ്, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാനാണ് സ്ഥാനാർത്ഥി, ഞാൻ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ്. അപ്പൊ അതേ അന്തചിത്രം ഉണ്ടാക്കാൻ ചില രാഷ്ട്രീയം, കോൺഗ്രസിന്റെ ചില രാഷ്ട്രീയം, അത്രയേ ഉള്ളൂ. വേറെ അതായിക്കോട്ടെ. അപ്പൊ ഞാൻ അങ്ങനെ മരിക്കുന്നവരെ കസേരയിൽ ഇരിക്കാൻ വന്ന ആളാണ്. ഏത് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആണ്? എൻ്റെ അച്ഛൻ മാത്രമേ മരിക്കുന്നവരെ ഇരിക്കാൻ പറ്റുള്ളൂ, വേറെ ആർക്കും ഇരിക്കാൻ പറ്റില്ല. ഇനി ഒട്ട് പറ്റത്തുമില്ല. അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളില്ല, അതൊക്കെ വലിയ സംഭവമാണ്. പ്രസിഡന്റ് എങ്ങോട്ട് പോയാൽ പ്രസിഡന്റ് പാവപ്പെട്ടവർക്ക് പട്ടയം കൊടുക്കാൻ പോയി, അതുകൊണ്ട് വൈസ് പ്രസിഡന്റിനെ വെച്ച് യോഗം ചേരാമല്ലോ, അതല്ലേ ബൈല. അതിലെന്താ കുഴപ്പമെന്താ? അതിനെന്താ കുഴപ്പമെന്താ? പ്രസിഡന്റ് എവിടെ പോയത്? പ്രസിഡന്റ് കാപ്പുടിക്കാൻ പോയതല്ല. കമൂഞ്ചേരിയിലെ 100 കണക്കിന് പട്ടയം കിട്ടാത്ത പാവങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ കിട്ടാതെ പോയ പട്ടയം വാങ്ങിക്കൊടുക്കാനാണ് ഗണേഷ് കുമാർ പോയത്. അത് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കേണ്ട. ഞാനൊരു നല്ല കാര്യത്തിനാണ് പോയത്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. എത്താൻ അരമണിക്കൂർ താമസിച്ചാൽ ലൈഫ് പ്രസിഡന്റ് വെച്ച് നടത്താം. പക്ഷേ ഇതിന് മുമ്പ് 2-3 മണിക്കൂർ ഞാൻ അവിടെ ചെന്നവരെയും കാത്തിരുന്നിട്ടുണ്ട്, അത് മറക്കണ്ട. എനിക്ക് അങ്ങനെയുള്ള ഈഗോ പ്രശ്നങ്ങളൊന്നും ഉള്ള ആളല്ല. ഇത് രാഷ്ട്രീയം, ഇത് കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയമാണ്. ഈ നായന്മാരുടെ ഇടയിൽ എന്തോ അന്തഛിദ്രമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ. കാരണം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അല്ലേ, അപ്പൊ ആൾക്കാർ സ്നേഹം കാണിച്ചാലോ എന്ന് പേടിച്ച്, തെരഞ്ഞെടുപ്പല്ലേ, അത് കഴിയുമ്പോൾ അങ്ങ് ശരിയായിക്കോട്ടെ. എന്തോ ആര് മർദ്ദിച്ചു? ഞാൻ മർദ്ദിച്ച? ആരും മർദ്ദിച്ചില്ല, ഒരു മർദ്ദനവും നടന്നില്ല. ഞാനാണോ മർദ്ദിച്ചു? നിങ്ങൾ കണ്ടോ? എന്റെ സ്റ്റാഫ് എവിടെ? എന്റെ ഏത് സ്റ്റാഫ്? എന്റെ സ്റ്റാഫിന്റെ പേര് പറ, എന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ പേര് പറ. ഈ മർദ്ദിച്ചു എന്ന് പറയുന്ന ആളും മർദ്ദിച്ചപ്പെട്ട ആളും എന്റെ പാർട്ടിക്കാരെ രണ്ടുപേരും. അത് NSS ഒന്നും അതിന് ബന്ധമൊന്നുമില്ല. NSSനെ ഇതിനകത്ത് വലിച്ചഴിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു വക്ര ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയമാണ് പത്തനാപുരത്ത്. അതിവിടെ വില പോവുകയില്ല, അതിനുവേണ്ടി ശ്രമിക്കണ്ട. കാരണം അത് കുറച്ചുകൂടെ പ്രശ്നം. നേരത്തെ മത്സരിച്ച താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് മകനായിരുന്നു,
ഇപ്പൊ മത്സരിക്കാൻ താലൂക്ക് ബസ്സില്ല. അപ്പൊ അതിന് മുമ്പ് ഇയാളെ മാറ്റി നിർത്തിയാൽ വോട്ട് കിട്ടത്തില്ലാന്നോ? എനിക്ക് തന്നെ വോട്ട് ചെയ്യും എല്ലാവരും. ജാതി മത വ്യത്യാസമല്ല, എനിക്ക് തന്നെ വോട്ട് ചെയ്യും. ഞാൻ വൻ ഭൂരിപക്ഷം ജയിക്കും.